2006 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ചിത്രം പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്നാണ് അതിൻ്റെ പേര്. ആ ചിത്രത്തിൻ്റെ പേരിലും ആ ചിത്രത്തിൽ കാണിക്കുന്ന ഒരു ചുവരെഴുത്തിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൻ്റെ സംവിധായകൻ അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് അദ്ദേഹം തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിലും ആ സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്ന ഒരു ചുവരിലെ എഴുത്തിലും ഈ ഹാപ്പിനെസ് എന്ന വാക്ക് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. HAPPYNES എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഐ വന്നാലേ അത് കറക്റ്റ് ആവും. ഇത് സംവിധായകൻ മനഃപൂർവ്വം തെറ്റിച്ചെഴുതുന്നതാണ്. എന്താണ് അതിൻ്റെ പിന്നിലെ ലോജിക് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, നമ്മളൊക്കെയും സന്തോഷം അന്വേഷിക്കുന്നവരാണ്, നമ്മളൊക്കെയും ജീവിതത്തിൽ സന്തോഷിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരാണ്, സന്തോഷം കണ്ടെത്തുവാൻ പല മാർഗങ്ങൾ തേടുന്നവരാണ്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, നമ്മൾ കണ്ടെത്തുന്ന സന്തോഷം, നമ്മൾ ചെന്നെത്തുന്ന സന്തോഷം, ഇതൊന്നും പൂർണ്ണമല്ല എന്നൊരു തിരിച്ചറിവ് നൽകുവാനാണ് അദ്ദേഹം ഈ ഹാപ്പിനെസ്സിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതിയിരിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ കടന്നു പോകുന്നതുമായ സന്തോഷമൊന്നും ശാശ്വതമല്ല, പൂർണ്ണമല്ല, അതൊക്കെയും നശ്വരമാണ് എന്ന ഓർമ്മപ്പെടുത്തലിനാണ് അദ്ദേഹം ഈ ഹാപ്പിനെസ് എന്ന വാക്ക് തെറ്റിച്ചെഴുതിയിരിക്കുന്നത്. എപ്പോഴാണ് ഈ സന്തോഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാശ്വതമാകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സായാഹ്നം കൂടിയാകട്ടെ ഇത്. പലപ്പോഴും ദരിദ്രൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിൽ കടന്നു വരിക പണമില്ലാത്തവൻ ദരിദ്രൻ, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സമ്പത്ത്, സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ പൊതുവെ ദരിദ്രൻ എന്ന് വിശേഷിപ്പിക്കും. ശരിയാണ്, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വന്തം മക്കളെ പഠിപ്പിക്കുവാൻ കഴിയില്ലാത്തവൻ, സ്വന്തം മക്കൾക്ക് ഉടുതുണി മാറിക്കൊടുക്കുവാൻ തക്ക വിധത്തിൽ ഒന്നുമില്ലാത്തവൻ, ഒരു നേരത്തെ അല്ലെങ്കിൽ 3 നേരം മക്കൾക്ക് നല്ല രീതിയിൽ ആഹാരം വിളമ്പിക്കൊടുക്കുവാൻ കഴിവില്ലാത്തവർ, ഇവരൊക്കെ ദരിദ്രരാണ്. ഇനി ഒരു സ്ത്രീയെ സംബന്ധിച്ച് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൾ ദരിദ്രയാണ്. മറ്റുള്ളവരെ പോലെ അഭിമാനത്തോടുകൂടെ സമൂഹത്തിലൊന്ന് തലയുയർത്തി നിൽക്കണമെങ്കിൽ 5 പവൻ്റെ സ്വർണമെങ്കിലും വേണമെന്ന് ചിന്തിക്കുന്നവരാ സ്ത്രീകൾ. അതുമില്ലെങ്കിൽ ഒരു സ്ത്രീ ദരിദ്രയാണ്. ഒരു മിനിമം ബ്രാൻഡഡിലുള്ള ഷർട്ട്, പാൻസ്, അത്യാവശ്യം ആൾക്കാർ നോക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു വാച്ച്, ഒരു 10,000-2,000 രൂപ വിലയെങ്കിലുമുള്ള ഒരു ചെരുപ്പ് ഇല്ലാത്തവൻ ദരിദ്രനാണ്. ഇന്നത്തെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് ഒരുവനെ ദരിദ്രനായിട്ട് നമ്മൾ അവലോകനം ചെയ്തെടുക്കുന്നത്. മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുവാൻ പാങ്ങില്ലാത്തവൻ ദരിദ്രൻ, നല്ല ബ്രാൻഡഡായിട്ടുള്ള ഷർട്ടും പാൻസും മറ്റ് ഉപകരണങ്ങളുമൊക്കെ ഉപയോഗിക്കുവാനും ധരിക്കുവാനും സാധിക്കാത്തവൻ ദരിദ്രൻ, ആഭരണങ്ങൾ അണിയുവാൻ കഴിവില്ലാത്തവർ ദരിദ്രർ. ഇങ്ങനെയൊക്കെ ദാരിദ്ര്യത്തിന് നമ്മൾ നമ്മുടേതായ വീക്ഷണങ്ങളും അർത്ഥങ്ങളുമൊക്കെ കണ്ടെത്തുന്നുണ്ട്. സത്യത്തിൽ ഇതാണോ ദാരിദ്ര്യം? സത്യത്തിൽ ഇതാണോ ദാരിദ്ര്യം? വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അർത്ഥമാക്കുന്ന ദാരിദ്ര്യം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കാശില്ലാത്തവനും കേൾക്കുവാൻ ആളില്ലാത്തവർ അവരും ദരിദ്രരാണ്. നമ്മുടെയൊക്കെ ചുറ്റുമാളുണ്ട്. ഒരു വീട്ടിൽ നോക്കിയാൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഇനി കാരണവരൊക്കെയുണ്ട്. പക്ഷെ ചിലരുടെ പരാതി എന്താ? എന്നെ കേൾക്കാൻ ആരുമില്ല. ഇത് ദാരിദ്ര്യമല്ലേ? ഇതും ദാരിദ്ര്യമാണ്. കേൾക്കുവാൻ ആളില്ലാത്തത് ഒരു ദാരിദ്ര്യമാണ്. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു, അതിനെ ഇനി പറഞ്ഞു തിരുത്തുവാൻ ഞാൻ പരിശ്രമിക്കുന്നത് ഒരു ദാരിദ്ര്യമാണ്. ഞാൻ ചെയ്ത ചില നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ അതിലെ ദോഷങ്ങൾ മാത്രം പറയുമ്പോൾ നമ്മളതിനെ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ പോകില്ലേ? ഇതിനെയും ദാരിദ്ര്യമെന്ന് വിശേഷിപ്പിക്കാം. ഇങ്ങനെ സത്യത്തിൽ ഇതൊക്കെയാണോ ദാരിദ്ര്യം എന്നതാണ് നാം ചിന്തിക്കേണ്ടുന്നത്. എന്നെ കേൾക്കുവാൻ ആളില്ലാത്തത്, കഴിക്കുവാൻ ആഹാരമില്ലാത്തത്, എന്നെ മനസ്സിലാക്കുവാൻ ആളില്ലാത്തത്, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുവാനില്ലാത്തത്, നല്ല രീതിയിൽ കഴിക്കുവാനില്ലാത്തത്, നല്ല രീതിയിൽ യാത്രകൾ ചെയ്യുവാൻ സാധിക്കാത്തത്, മറ്റ് രാജ്യങ്ങൾ കാണുവാൻ സാധിക്കാത്തത്, ഇതൊക്കെയാണോ ദാരിദ്ര്യം
എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ദാരിദ്ര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദരിദ്രൻ എന്ന വാക്കിന് ഗ്രീക്ക് വാക്ക് എഴുതി ചേർത്തിരിക്കുന്ന തൊക്കോസ് എന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവനെന്നാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നവൻ അവനാണ് ദരിദ്രൻ. അല്ലാതെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടന്നുറങ്ങുവാൻ ഇടമില്ലാത്തവനുമല്ല ദരിദ്രനായിട്ട് വേദപുസ്തകം എഴുതി ചേർത്തിരിക്കുന്നത്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവനാരോ അവനാണ് ദരിദ്രൻ. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്, നല്ലവനാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഉപാധി എന്താ? ദരിദ്രനാകണം. നീ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ ദരിദ്രനാകാൻ. ഉള്ളതെല്ലാം വിറ്റാൽ പിന്നെ ദരിദ്രനല്ലേ? ആ വിറ്റെടുത്തത് മുഴുവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്താൽ പിന്നെ അവൻ ദരിദ്രനല്ലേ? കർത്താവ് പറയുന്നത് എന്താ? നീ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. അതായത് പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെടുന്നവനാണ് നല്ലവനാകുവാനായിട്ട് ഉള്ള ഉപാധി കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. എങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെയും ദരിദ്രരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ടവനും പണക്കാരനും ബ്രാൻഡഡായിട്ടുള്ള ഷർട്ടും ബനിയനും ഷൂസും വാച്ചും ഒക്കെ ധരിക്കുന്നവരും ദരിദ്രരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കർത്താവ് ആഗ്രഹിക്കുന്ന ദാരിദ്ര്യം? ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുക. കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുക. അതാണ് വേദപുസ്തകത്തിലെ ഈ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നർത്ഥം വരുന്ന വാക്കാണ് ഗ്രീക്ക് വാക്കിൽ അവിടെ ചേർത്തിരിക്കുന്നത് തൊക്കോസ്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നവനായിരിക്കുക, അവനാണ് ദരിദ്രൻ. സമ്പത്തിൽ ആശ്രയിക്കുന്നവനല്ല, മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നവനല്ല, സമ്പത്തുള്ളവരെ കൂട്ടുപിടിക്കുന്നവനല്ല. മറിച്ച് ഏത് പ്രതിസന്ധികളിലും ഏത് ഞെരുക്കങ്ങളിലും ഏതൊക്കെ കഠിനമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും ദൈവത്തിൽ ശരണപ്പെടുന്നവൻ. കുറച്ചുകൂടെ പറഞ്ഞാൽ ദൈവത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ പേരാണ് ദരിദ്രൻ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കണ്ണുനീരിൻ്റെ താഴ്വരയിലായിരിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നോക്കി ഇനി അവനൊരു ഉയർച്ചയില്ല എന്ന് വിധി എഴുതുമ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ എന്നെ ദൈവം വിശേഷിപ്പിക്കുന്നത് ഇവൻ ഒരു നല്ല ദരിദ്രനാണെന്നാണ്. കാരണം കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് മാത്രം എഴുതി ചേർക്കാവുന്ന ടൈറ്റിൽ, ലേബലാണ് ദരിദ്രൻ. എന്തിനാണ് ഈ ദരിദ്രരെ ദൈവം ചേർത്ത് പിടിക്കുന്നത്? ഇന്നത്തെ ചിന്താ വിഷയം ഇതാണ്. ദരിദ്രർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഹീബ്രു വാക്കിലേക്ക് പോകുമ്പോൾ അവിടെ അനാവിം എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 അർത്ഥങ്ങളുണ്ട്. പീഡിപ്പിക്കപ്പെട്ടവൻ, ദരിദ്രൻ, ഹൃദയം തകർന്നു പോയവൻ, ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഈ ദരിദ്രൻ എന്നതിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൽ ശരണപ്പെടുന്നവൻ, പീഡിപ്പിക്കപ്പെട്ടവൻ, ദരിദ്രൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ശരണപ്പെടുക. നമ്മുടെ ബുദ്ധിയിലല്ല, നമ്മുടെ സമ്പത്തിലല്ല, നമ്മുടെ കഴിവിലല്ല നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടുന്നത്, മറിച്ച് ദൈവത്തിൽ ശരണപ്പെടുക. ഇതൊക്കെ സെക്കൻഡറിയാണ്. ബുദ്ധിയും കഴിവും നമുക്കുള്ള ആൾബലവും ഒക്കെ അതിനുശേഷമേ ഉള്ളൂ. ആദ്യം നീ ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് മാറുക. എന്തിനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നവനായി മാറേണ്ടുന്നത്? അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദരിദ്രൻ എന്ന വാക്ക്, അല്ലെങ്കിൽ ദരിദ്രൻ എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ഇതാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ദരിദ്രനെ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ഏത് പ്രതിസന്ധിയിലും ഏത് ഞെരുക്കത്തിലും ഏത് ക്ലേശങ്ങളിലും ദൈവത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറണമെന്ന് ദൈവം എന്നെയും നിങ്ങളെയും നോക്കി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്ത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ദൈവത്തെ ഇങ്ങനെ വിടാതെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ കർത്താവിൻ്റെ ലക്ഷ്യമെന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ശാശ്വതമായ ഒരു സന്തോഷം നിനക്ക് വേണമെങ്കിൽ നീ ദൈവത്തെ മുറുകെ പിടിക്കണം. ശാശ്വതമായ ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ വേണമെങ്കിൽ നീ ദൈവത്തെ മുറുകെ പിടിക്കണം. അല്ലാതെ പണം കൊണ്ട് നിനക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്.
നിന്റെ ചുറ്റും നിനക്ക് ആൾബലമുണ്ട്, നിന്നെ കേൾക്കുവാൻ ആളുണ്ട്, നിന്നെ സഹായിക്കുവാൻ ആളുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴും ചില നിമിഷമൊക്കെ നമ്മളെ ആരും കേൾക്കുവാനില്ലാതായി പോകും. ഒരു കാലത്ത് വളരെ പ്രിയപ്പെട്ടവരായിരുന്നവർ പിന്നീട് ഒരു കാലത്ത് അപരിചിതരായി മാറും. അതൊക്കെ ഈ ലോകത്തിൽ നടമാടുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ശാശ്വതമായ സന്തോഷം ഏത് പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ ഏത് താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയൊക്കെ കടന്നു വന്നാലും അതൊന്നും എന്നെ സ്പർശിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. എന്നെ കേൾക്കുവാൻ ആളില്ല, എന്നെ മനസ്സിലാക്കുവാൻ ആളുമില്ല, എൻ്റെ ചുറ്റും ഒരുപാട് പേരുണ്ട്, പക്ഷേ എന്നെ കേൾക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, നീ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിന്നെ കേൾക്കുവാൻ ആളില്ല എങ്കിൽ, നിന്നെ മനസ്സിലാക്കുവാൻ ആളില്ല എങ്കിൽ, നിന്റെ ഭാര്യ നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നിന്റെ മക്കൾ നിന്നെ കേൾക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, നിന്റെ കൂട്ടുകാർ, നിന്റെ അയൽപ്പക്കക്കാർ നീ പറയുന്നത് എന്ത് എന്ന് ഹൃദയമിരുത്തി മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നീ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. കാരണം ആ ദൈവത്തിന് നിന്നെ കേൾക്കാൻ സാധിക്കും, ആ ദൈവത്തിന് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ആ ദൈവത്തിന് നിനക്ക് നിന്റെ കണ്ണുനീർ ഒപ്പിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ ഇടയിൽ ചില മനുഷ്യരുണ്ട്, പരിഭവങ്ങളില്ലാതെ ജീവിക്കുന്നവർ, കുറ്റങ്ങളില്ലാതെ ജീവിക്കുന്നവർ, കുറ്റം പറയാതെ ജീവിക്കുന്നവർ. കണ്ടാൽ തോന്നും അവർക്ക് വേദനകളില്ലെന്ന്. ആരോടും പരിഭവമില്ല, ആരോടും ആരെ കണ്ടാലും മറ്റൊരുവനെക്കുറിച്ച്, അല്ലെങ്കിൽ വീട്ടിലെ മരുമകളെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെക്കുറിച്ച്, അല്ലെങ്കിൽ മകനെക്കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല, ഒരു പരിഭവവുമില്ല, ഒരു കുറ്റവുമില്ല. ആരെക്കുറിച്ചും ഒരു ഇല്ലാ കഥ പറയുന്നില്ല. ആരെക്കുറിച്ചും തൻ്റെ ജീവിതത്തിൽ നൽകിയ അമ്പെയ്ത്തുകളെക്കുറിച്ച് അവർ പരിവേദനം അഴിച്ചുവെക്കാൻ പോകുന്നില്ല. അവർക്ക് വേദനകളില്ലാത്തത് കൊണ്ടാണോ? അവർക്ക് കണ്ണുനീരില്ലാത്തത് കൊണ്ടാണോ? അവർക്കറിയാത്ത യാമങ്ങളില്ലാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടവർ പരിഭവപ്പെടാൻ പോകുന്നില്ല? പിന്നീട് എന്തുകൊണ്ടവർ കുറ്റങ്ങൾ പറയാൻ പോകുന്നില്ല? അവർ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണുമ്പോൾ എൻ്റെ കെട്ടിയോൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് എന്തുകൊണ്ട് ഹൃദയം തുറക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നേ ഉള്ളൂ, ഇറക്കി വെക്കേണ്ടുന്നൊരിടം കണ്ടെത്തിയവനാണ്, അല്ലെങ്കിൽ കണ്ടെത്തിയവളാണവർ. ഈ വേദനകൾ, ഈ വേദനയുടെ കെട്ടുകൾ ഇറക്കി വെക്കേണ്ടുന്ന ഒരിടം അവർ കണ്ടെത്തി. അങ്ങനെ ഇടം കണ്ടെത്തിയവരെ വിശേഷിപ്പിക്കേണ്ട പേരാണ് ദരിദ്രൻ, അല്ലെങ്കിൽ ദരിദ്ര. ആ ഇടം ദൈവ. ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നതിനേക്കാൾ, ഒരു കൂട്ടുകാരിയുടെ അടുത്ത് ഹൃദയം തുറക്കുന്നതിനേക്കാൾ ഏറ്റവും സുന്ദരമായിട്ട് മനസ്സിലാക്കുന്ന ഒരുവൻ്റെ അടുത്ത് വേണം ഹൃദയം തുറക്കുവാൻ. അങ്ങനെ ഹൃദയം തുറക്കാനുള്ള ഇടം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ ഇടത്ത് ഹൃദയം തുറക്കുമ്പോഴേ ഈ ആദ്യം പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറിക്കിട്ടുകയുള്ളു. ഹാപ്പിനെസ് എന്നത് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്ന ഒരിടമായിട്ട് മാറുകയുള്ളൂ. അല്ലാതെ വേറെവിടെ പോയാലും ഈ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലെത്തുകയില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്, മനുഷ്യരെ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. കാരണം ഇതൊന്നും ശാശ്വതമല്ല. പ്രഭുക്കന്മാരെ ആശ്രയിക്കാൻ പോയാലും, രാജാക്കന്മാരെ ആശ്രയിക്കാൻ പോയാലും, മനുഷ്യരെ ആശ്രയിക്കാൻ പോയാലും ഇതൊന്നും ശാശ്വതമല്ല. ആശ്രയിക്കേണ്ടുന്നത് ദൈവത്തെയാണ്. ദരിദ്രൻ എന്ന വാക്ക് ആശ്രയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കാണ്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. നിനക്ക് കഴിവുണ്ട്, നിനക്ക് സാമർഥ്യമുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, ഇതിനുമൊക്കെ അപ്പുറം നീ ആശ്രയിക്കേണ്ടുന്നത് ദൈവത്തെയാണ്. ഇതിനുമൊക്കെ അപ്പുറം നീ ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, പപ്പയുടെ സ്വന്തം അപ്പൂസ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന സിനിമ. മകൻ രോഗാവസ്ഥയിലാണ്, മരണത്തിന്റെ വക്കിലാണെന്ന് പറയുമ്പോൾ മമ്മൂട്ടി എന്ന കഥാപാത്രം സുരേഷ് ഗോപിയോട് ചോദിക്കുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് മകന്റെ ജീവൻ നിലനിർത്താൻ ഉള്ള സാധ്യത, എത്ര പെർസെൻറ്റേജ്? വലിയ കോടീശ്വരനാണ്, സമ്പന്നനാണ്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ. ഈ സമ്പത്ത് കൊണ്ടൊന്നും ഒരു ഗുണവുമില്ലാതെ വരുന്ന, ഒരു പ്രതിഫലവുമില്ലാതെ വരുന്ന ചില സമയമുണ്ട് ജീവിതത്തിൽ. സമ്പത്ത് എല്ലാത്തിനും ഉത്തരമാണ് എന്ന് ചിന്തിക്കുന്നവർ ഓർത്തുകൊള്ളണം. സമ്പത്ത് വെറും നോട്ടുകെട്ടുകൾക്ക്, വെറും പേപ്പർ കഷ്ണങ്ങളുടെ വില പോലും ഇല്ലാതെ വരുന്ന ചില സമയവും സാഹചര്യവും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരും. എത്ര കോടീശ്വരനായാലും, എത്ര സമ്പന്നനായാലും, പൊന്നിട്ട് മൂടാനുണ്ടായാലും ഒക്കെ ഇതൊന്നും കൊണ്ട് ഗുണപ്പെടാത്ത ചില സാഹചര്യങ്ങൾ. വീട്ടുമുറ്റത്ത് 2-3 കാറ് കിടക്കാം, പക്ഷേ അകത്തൊരുവൻ നെഞ്ചുവേദന വന്ന് പിടഞ്ഞു തീരാൻ അധിക സമയമൊന്നും വേണ്ട. ഇതൊന്നും ഗുണപ്പെടാത്ത സമയം വരും. ആശ്രയിക്കേണ്ടുന്നത് ദൈവത്തിലാണ്.
അവിടെ ആശ്രയിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെയും വേദനകളായിട്ട് മാറും, ഇതൊക്കെയും നിരാശയായിട്ട് മാറും, സങ്കടമായിട്ട് മാറും, കണ്ണുനീരിൻ്റെ ഉപ്പും കയ്പും ഒക്കെ അനുഭവിക്കുന്നവരായിട്ട് മാറും. മറിച്ച് ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിൽക്കുമ്പോഴും ചിലർ നമ്മളെ നോക്കി പുഞ്ചിരിക്കും. കാരണം എന്താ? ദൈവത്തെ മുറുകെ പിടിക്കാൻ പഠിച്ചവരാ. ഒന്നുമില്ലായിരിക്കാം, പക്ഷേ മറ്റുള്ളവരെ കാണുമ്പോൾ സുഖമാണോ എന്ന് സ്നേഹത്തോടെ, ഒരു കയ്പ് കലർന്ന അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശവുമില്ലാതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ചിലരെ കണ്ടിട്ടില്ലേ? ദൈവത്തിൻ്റെ യാചകരാ, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ. ഈ ദരിദ്രർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മളൊക്കെയും ദൈവത്തിൻ്റെ ദരിദ്രരാകാനുള്ളവരാ. അതായത് ദൈവത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കണം, ദൈവത്തെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കുക. ഇതാണ് ഈ ദാരിദ്ര്യം എന്ന വാക്കിൻ്റെ ആത്മീയ വശം. ഇതാണ് ആത്മീയ വശം, ദൈവശാസ്ത്രപരമായിട്ടുള്ള വശം ഇതാണ്. ഇനി പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ, ഇനി മാനുഷികമായ തലത്തിലേക്ക് വരുമ്പോൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദരിദ്രരെ നമ്മൾ വേദപുസ്തകത്തിൽ ഒരുപാട് കാണുന്നുണ്ട്. അതിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വലിയൊരു ദരിദ്രൻ ലാസർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ലാസർ ദരിദ്രനായിരുന്നു. ദരിദ്രനാണെങ്കിൽ അവനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. എന്തിനാണ് ലാസറിനെ ദരിദ്രനാക്കിയത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തിന് ലാസറിനെ ദരിദ്രനാക്കി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വിശുദ്ധ ബേസിലാണ് പറഞ്ഞു തരുന്നത്. നിന്റെ അലമാരയ്ക്കുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം നിനക്ക് ധരിക്കാനുള്ളതല്ല. നിന്റെ മേശയിൽ വിളമ്പി വെച്ചിരിക്കുന്ന ചൂടാറാത്ത അപ്പക്കഷ്ണങ്ങളുണ്ടല്ലോ, അതെല്ലാം നിനക്ക് ഭക്ഷിക്കാനും ബാക്കി വരുമ്പോൾ പുളിച്ചു നാറുമ്പോൾ എടുത്ത് പുറന്തള്ളാനുമുള്ളതല്ല. മറിച്ച് മറുതുണിക്ക് വകയില്ലാതെ നിന്റെ ചുറ്റും വിഷമിക്കുന്ന ചില മക്കൾക്ക് വേണ്ടി നിന്റെ തമ്പുരാൻ ഏൽപ്പിച്ചതായി വസ്ത്രങ്ങൾ. നിന്റെ അലമാരയ്ക്കുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന പട്ടുനൂൽ നെയ്തെടുത്ത വസ്ത്രങ്ങൾ, പളുങ്കു വസ്ത്രങ്ങൾ എല്ലാം നിനക്ക് ധരിക്കുവാനുള്ളതല്ല. മറിച്ച് മറുതുണിയുടെ വകയില്ലാതെ വേദനിക്കുന്ന അപമാനഭാരത്തോടെ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങാതെ അങ്ങനെ അകത്തിരിക്കുന്ന ചില മക്കളുടെ കരങ്ങളിലെത്തുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. നിന്റെ ഭക്ഷണമേശയിൽ പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ കൊണ്ട് നിന്റെ ഭക്ഷണമേശ അലങ്കരിക്കുമ്പോൾ, തിന്നാനല്ല, അലങ്കാരമാണ്. ചില ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ഭക്ഷണമേശകൾ അലങ്കരിച്ചു വെക്കും. ഇങ്ങനെ അലങ്കരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇത് പുളിച്ചു നാറി എടുത്തു തള്ളുവാനായിട്ട് ദൈവം നിന്റെ കരങ്ങളിൽ തന്നതല്ല. മറിച്ച് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ, ഇനി എൻ്റെ മകൻ എന്ത് വിളമ്പിക്കൊടുക്കും, ഇനി എൻ്റെ മകൾക്ക് എന്ത് വിളമ്പിക്കൊടുക്കും, സ്കൂളിൽ നിന്നും എൻ്റെ മകൻ വരുമ്പോൾ അമ്മ വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഭക്ഷണം അവൻ്റെ മുൻപിൽ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് എന്ത് വിളമ്പിക്കൊടുക്കുമെന്ന് ചിന്തിച്ച് ഉത്തരം കിട്ടാതെ നിൽക്കുന്നവരുടെ കൈകളിലെത്തുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചതാണ് ആ അപ്പക്കഷ്ണങ്ങൾ. ഇത് പറഞ്ഞതാണ് ബേസിൽ, വിശുദ്ധനായ ബേസിൽ പറയുന്നതാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ ചുറ്റും ചില ദരിദ്രരുണ്ടെങ്കിൽ അത് ദൈവം കരുതി നമ്മെ ഏൽപ്പിച്ചതാണ്. ദൈവം തിരഞ്ഞെടുത്ത ചില ദരിദ്രർ, ദൈവം തിരഞ്ഞെടുത്ത ചില മനുഷ്യരെ ദൈവം നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. ധനികനായ ഈ മനുഷ്യന്റെ കൊട്ടാരത്തിന്റെ മുൻപിൽ ലാസറിനെ കുടില് കെട്ടി താമസിപ്പിച്ചതുപോലെ നല്ലവനാകുവാൻ സാധ്യതയുണ്ട്. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം എലയാസർ എന്ന വാക്കിൽ നിന്നുമാണ്, നാമത്തിൽ നിന്നുമാണ് ലാസർ എന്ന് വരുന്നത്. ദൈവം സഹായിക്കുന്നവൻ, ദൈവം സഹായിക്കുന്നവൻ, ദൈവം സഹായമായിട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്ക്. ഇവിടെ ഈ ലാസറിനെ ദൈവം സഹായിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ലാസറിനെ ദൈവം സഹായിച്ചതായിട്ട് കാണുന്നില്ല. വചനത്തിൽ ഇപ്രകാരം എഴുതിയിടുന്നുണ്ട്, നായ്ക്കൾ വന്നവന്റെ മുറിവിലെ വ്രണങ്ങളിലെ പഴുപ്പ് നക്കിക്കൊടുത്തിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ സഹായം. നക്കിക്കൊണ്ട് ഓടിയെന്നല്ല പറയും, നക്കിക്കൊടുത്തിരുന്നു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിക്കൊടുത്തിരുന്നു. ഈ മുറിവ്, അതിൽ പഴുപ്പ്, അതിൽ പുഴുക്കളൊക്കെ അരിച്ചിരിക്കുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാകും, ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടാകും. അത് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ആശ്വാസം. ആ ക്ലീനിങ് ചെയ്തു കൊടുത്തത് നായ്ക്കളാണത്രേ. നായ്ക്കൾ വന്നവൻ്റെ മുറിവിലെ പഴുപ്പ് നക്കിക്കൊടുത്തിരുന്നുവെന്നാണ് വചനം പറയുക. മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്യാതെ പോയപ്പോൾ ദൈവത്തിന് വേറെ വഴി നോക്കേണ്ടി വന്നു. ഒരു നായയെ വിട്ട് കർത്താവ് അത് ചെയ്യിച്ചു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ കരമാകാൻ വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരമായി ഞാൻ മാറാൻ വേണ്ടിയാണ്.
ഒരു ദരിദ്രനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത് എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്തൊരു ഒരു പാങ്ങില്ലാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നൊരു മനുഷ്യനുണ്ടെങ്കിൽ, പഠിപ്പിക്കുവാൻ തൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുന്നൊരു മനുഷ്യനുണ്ടെങ്കിൽ, ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ കരം പോലെ നീളേണ്ടുന്നത് നിന്റെ കരമാണ്. നിന്റെ കരമാണ്. നിനക്ക് നിന്റെ മക്കളെ പഠിപ്പിക്കാനുള്ള ആവശ്യത്തിലേറെ സ്വത്തുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, അത് ദൈവത്തിൻ്റെ കരമായി മാറാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദരിദ്രരെ മാത്രമല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്, സമ്പന്നരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദരിദ്രനെ ദൈവം വലം കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, സമ്പന്നനെയും ദൈവം ഇടം കൈ കൊണ്ട് ചേർത്ത് പിടിക്കും. കാരണം ഇവൻ്റെ ഈ സമ്പത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരമായിട്ട് ഇല്ലാത്തവൻ്റെ സന്നിധിയിലേക്ക് നീളേണ്ടുന്നത് ഇവൻ്റെ കരമാണ്. അപ്പോൾ ദരിദ്രനെ തിരഞ്ഞെടുത്ത അതേ ദൈവം തന്നെ സമ്പത്തുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, നിന്നെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കരമാകാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കരമാകണം. ദരിദ്രരുള്ളിടത്ത് ദൈവത്തിൻ്റെ കരമാകണം. ദരിദ്രരുള്ളിടത്ത് ദൈവത്തിൻ്റെ കരമാകുവാൻ വേണ്ടിയാണ് എന്നെ ദൈവം എൻ്റെ അധ്വാന മേഖല ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എൻ്റെ അധ്വാന മേഖല ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത് ദരിദ്രർക്ക് മുൻപിൽ ഞാൻ ദൈവത്തിൻ്റെ കരമായി മാറാൻ വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഹൃദയത്തിലുണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ കരമായി മാറാനുള്ളവനാണ്. ഇത് വചനം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതാണ്. പഴയ നിയമ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ റൂത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. റൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിയുമായിട്ട് ബേത്ലഹേമിലേക്ക് തിരിച്ചു വന്നു. ബേത്ലഹേമിൽ വന്നു കഴിഞ്ഞിട്ട് കുടിക്കാനില്ല, തിന്നാനില്ല, സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിൽ റൂത്ത് ഒരു തീരുമാനമെടുക്കുകയാണ്. അവിടെ അടുത്തുള്ള ഒരു വയലിലേക്ക് പോകാം, കാലാപറക്കാം. കാലാപറക്ക് ജീവിക്കുവാൻ വേണ്ടി റൂത്ത് ഒരു വയലിലേക്ക് പോവുകയാണ്. അവിടെ കാലാപറക്കുന്നത് കാണുമ്പോൾ വയലിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ പെൺകൊച്ച്? കൂടെ കൊയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറഞ്ഞു കൊടുക്കും, അവൾ നവോമിയുടെ മരുമകളാണ്. നവോമിയുമായിട്ട് അവൾ സ്വന്തം പിതാവിനെയും മാതാവിനെയും ഒക്കെ വിട്ട് നവോമിയെ ശുശ്രൂഷിക്കുവാൻ, വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മായിയമ്മയെ ശുശ്രൂഷിക്കുവാൻ, അമ്മായിയമ്മയോടൊപ്പം സ്വന്തം നാടും വീടും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും രക്തബന്ധവും ഒക്കെ വിച്ഛേദിച്ചുകൊണ്ട് കടന്നു വന്നവളാണിവൾ. ഈ യോഗ്യത കണക്കിലെടുത്തുകൊണ്ട് ഭുവനാസ് പറയും, നിങ്ങൾ കൊയ്യുമ്പോൾ മനഃപൂർവ്വം കുറച്ച് നെൽമണികൾ കൂടുതൽ നിലത്തേക്കിട്ടുക. അതവൾക്ക് അവകാശപ്പെട്ടതാണ്. അതവൾക്ക് അവകാശപ്പെട്ടതാണ്. മനഃപൂർവ്വം നിങ്ങൾ കുറച്ചിട്ട് കൊടുക്കണം, അതവൾ പെറുക്കിയെടുത്തുകൊള്ളട്ടെ എന്ന്. ഒരു സമ്പന്നനോട് ദൈവം പറയുന്നതാണ്, ചിലതൊക്കെ മനഃപൂർവ്വം ഇട്ട് കളഞ്ഞേക്കണം, മനഃപൂർവ്വം വിട്ട് കളഞ്ഞേക്കണം. എൻ്റെ മകൾക്ക് മരുന്നില്ല, മരുന്നിന് ഒരു 500 രൂപ തരുമോ എന്ന് ചോദിച്ചു കൊണ്ടുവരുന്നവന് കൊടുക്കണം, തിരിച്ച് പ്രതീക്ഷിക്കരുതെന്ന്. അതാണ് ദൈവത്തിൻ്റെ കരമായി മാറുന്നിടം. ഒരു കുഞ്ഞിന് സ്കൂളിലേക്ക് പോകുവാൻ, നല്ല രീതിയിൽ സ്കൂളിലേക്ക് പോകുവാൻ യൂണിഫോം ഇല്ലാതെ വിഷമിക്കുമ്പോൾ അതറിയുന്ന നമ്മൾ, അവൻ പറയുന്നതിന് മുമ്പേ, അവൻ ചോദിക്കുന്നതിന് മുമ്പേ, അവൻ യാചനയുടെ കരം നീട്ടുന്നതിന് മുൻപേ ആ കുഞ്ഞിന് വസ്ത്രവുമായിട്ട് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നിടത്താണ് നീ ദൈവത്തിൻ്റെ കരമായിട്ട് മാറുന്നത്. ഇതും ദരിദ്രാവസ്ഥ തന്നെയാണ്. ദൈവത്തിൽ ശരണപ്പെടുന്നവരെല്ലാം ദരിദ്രരാണ്. ദൈവത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ദൈവത്തിൽ ശരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കും, അവരായിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ സാധിക്കും എന്നതാണ് വാസ്തവം. അതിന് സമ്പന്നനെന്നോ പണക്കാരനെന്നോ പണമില്ലാത്തവനെന്നോ കഴിക്കാനുള്ളവനെന്നോ കഴിക്കാനില്ലാത്തവനെന്നോ എന്നൊന്നും വകഭേദമില്ല. അങ്ങനെ ഒരു വകഭേദമില്ല, വകതിരിവില്ല. എന്താണ്? എല്ലാവരും ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ അഹങ്കാരമില്ല. അഹങ്കാരമില്ലാത്തവനാണ് ദരിദ്രൻ. അഹങ്കാരമില്ലാത്തവനാണ് ദരിദ്രൻ. ഞാനുണ്ടാക്കി, എൻ്റെ കഴിവ്, എൻ്റെ അധ്വാനം, എൻ്റെ നേട്ടം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ധനികനാ, നീ ദരിദ്രനായിട്ടില്ല. നീ ധനികൻ തന്നെയാണ്. നീ ദൈവത്തിൻ്റെ കരമാകാനും പോകുന്നില്ല. മറിച്ച് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ അധ്വാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു, ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഇതൊക്കെ എന്ന് ചിന്തിക്കുന്നവൻ, ഞാനല്ല ഒന്നും, ദൈവമാണ് ഇതെല്ലാം എനിക്ക് ചേർത്ത് വെച്ചു തന്നത്, എൻ്റെ കുടുംബത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചത് ദൈവമാണ് എന്ന് ചിന്തിക്കുന്നവൻ, അവൻ്റെ വീട്ടുമുറ്റത്ത് എത്രയൊക്കെ കാറുണ്ടെങ്കിലും, അവൻ എത്രയൊക്കെ ബാങ്ക് ഡിപ്പോസിറ്റ് ബാലൻസ് ഉണ്ടെങ്കിലും, അവനെ
നിസ്സംശയം വിളിക്കാം, അവൻ നല്ലൊരു ദരിദ്രനാണ്. ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണ്. ഞാൻ എന്ന ചിന്തയ്ക്കും അപ്പുറം ദൈവമാണ് ഇതിൻ്റെ എല്ലാം ഉടയവൻ, ദൈവം തന്നതാണ്, ദൈവം ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നവൻ്റെ പേരും ദരിദ്രനെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഇടവക സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്നത് ഈ ഒരു ദാരിദ്ര്യമാണ്. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടന്നുകൊണ്ട് ഞാനല്ല എല്ലാം ദൈവമാണ് എന്ന മനോഭാവത്തിലേക്ക് വളരുന്നവൻ, ഞാനല്ല എല്ലാം ദൈവമാണ് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവൻ, തല ഉയർത്തി നിന്നുകൊണ്ടല്ല മറിച്ച് ദൈവസന്നിധിയിലും മറ്റുള്ളവന്റെ മുൻപിലും ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് വിനയത്തോടെ നിൽക്കുവാൻ ശീലിക്കുന്നവൻ, അവനാണ് ദരിദ്രൻ. അങ്ങനെയായിരിക്കണം ദൈവത്തിൻ്റെ ദരിദ്രന്മാർ വളരേണ്ടുന്നത്, ഉയരേണ്ടുന്നത്. നമ്മളൊക്കെയും ഈ ദൈവത്തിൻ്റെ ദാരിദ്ര്യം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ ലെവലിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ദരിദ്രർ. അതായത് നേട്ടങ്ങളൊക്കെയും ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടാണ്, ദൈവം തന്നതുകൊണ്ടാണ് എന്ന ചിന്തയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ ദരിദ്രനാണ്. കരങ്ങളൊന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ണുനീരിൻ്റെയോ ഞെരുക്കത്തിൻ്റെയോ പ്രതിസന്ധിയുടെയോ താഴ്വരയിലൂടെയാണെങ്കിലും കർത്താവേ, ഞങ്ങൾ നിന്നെ മുറുകെ പിടിക്കുന്നു. എനിക്ക് സമ്പത്തുണ്ട്, എൻ്റെ അധ്വാന മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന ചിന്തയല്ല, മറിച്ച് ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഇതൊക്കെയും എനിക്കുള്ളത് എന്നൊരു ചിന്തയിലേക്ക് കടന്നു വരുവാൻ തക്ക വിധത്തിൽ എൻ്റെ ആത്മാവിനെ അങ്ങ് രൂപപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ ഉള്ളത്, ഞാൻ എനിക്കുണ്ടെന്ന് കരുതുന്നത്, അങ്ങ് ദാനമായി തന്നത് ഇല്ലാത്തവൻ്റെ സന്നിധിയിലേക്ക് നീളുന്ന ദൈവത്തിൻ്റെ കരമാകുന്ന ഒരു നല്ല ദരിദ്രനാകുവാൻ എന്നെയും അനുവദിക്കണമേ. ആമേൻ.